എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ്. ഞാൻ ഒരു മാസത്തിൽ കൂടുതലായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ളൊരു സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തും അല്ലാതൊക്കെ പറയാറുണ്ട് സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടെന്ന്. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നതാണ്. നമുക്കറിയാമല്ലോ, നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനും ഗ്ലോ തരാനും ഹെൽത്തി ആയിട്ടും യങ് ആയിട്ടൊക്കെ ഇരിക്കാൻ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മമ്മായ എർത്തിൻ്റെ റൈസ് ഫേസ് വാഷാണ് യൂസ് ചെയ്യണത്. ഇതിൽ കണ്ടൻറ്റ് റൈസ് വാട്ടർ, അതായത് കഞ്ഞിവെള്ളവും നയാസിനമൈഡും ആണ് കേട്ടോ. ഈ ഒരു കഞ്ഞിവെള്ളം നമുക്കറിയാം, നമുക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാൻ സഹായിക്കും. അതേപോലെ ഗ്ലാസ് സ്കിന്ന് കിട്ടാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷും അങ്ങനെ തന്നെയാണ്. ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് വാഷാണ്. ഇതിൽ B3+ കണ്ടൻറ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫേസ് വാഷിൽ. ഈ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം ഈ ഒരു ഫേസ് വാഷ്. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് കേട്ടോ. മെയ്ഡ് സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു മമ്മായ എർത്തിൻ്റെ റൈസ് ഫേസ് വാഷ്. 200 സംതിങ് ഒക്കെ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫേസ് ഇതേപോലെ കേട്ടോ വാഷ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് നനക്കും, അതിനുശേഷം കുറച്ചൊരു എമൗണ്ട് ഫേസ് വാഷ് എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ഫേസിൽ എവിടെയാണ് നന്നായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് 1 മിനിറ്റൊക്കെ ടൈം എടുത്ത് മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. എനിക്ക് നെറ്റിയിൽ, മൂക്കിൽ, താടിയിൽ ആ വശങ്ങളിലാണ് കൂടുതൽ ഓയിൽ ഉണ്ടാകുന്നത്, ഓയിലി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് എങ്കിലും വേനൽക്കാലത്ത് നല്ല രീതിയിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഫേസിൽ. നല്ല രീതിയിൽ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും കേട്ടോ. അത് നമുക്ക് ഭയങ്കര എന്താ പറയുക, കുറേ നമ്മൾ ക്ലീനൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഫേസൊന്നും നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നില്ല, സ്കിൻ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഫേസ് തുടക്കാനായിട്ട് ഒരു മൈക്രോ ഫൈബർ ടവൽ യൂസ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഒപ്പി തുടക്കുക. ഒരുപാട് ഹാർഷ് ആയതുകൊണ്ട് നല്ല ഒപ്പി തുടക്കുക കേട്ടോ. അത് നല്ലതാണ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ. എനിക്ക് ആദ്യമൊക്കെ ഞാൻ ചെയ്ത തെറ്റ് പിന്നെ ഞാൻ മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തന്നെ തോന്നിയൊരു കാര്യമാണ്. നമ്മൾ മുഖം തുടക്കുമ്പോൾ പതിയെ ഒപ്പി തുടക്കുക, ഹാർഷായിട്ട് തുടക്കാണ്ടിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ടോണർ യൂസ് ചെയ്യുക. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. പകരം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സിറമാണ് കേട്ടോ. ഇത് റൈസ് വാട്ടർ തന്നെയാണ് കണ്ടൻറ്റ് വരുന്നത്. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് 10% സിറാണ് കേട്ടോ. ഇത് അടിപൊളി സിറമാണ്. റൈസ് വാട്ടർ ആയതുകൊണ്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും, നല്ല ഗ്ലോ കൊടുക്കും, സ്കിന്നിൽ ചുളിവുകളൊന്നുമില്ലാണ്ട് യങ്ങായിട്ടിരിക്കാൻ സഹായിക്കും. നയാസിനമൈഡ് കണ്ടൻറ്റ് വരുന്നതുകൊണ്ട് സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണതുകൊണ്ട് സ്കിൻ എപ്പോഴും ഈ പറഞ്ഞ ചുളിവുകളൊന്നുമില്ലാണ്ട് യങ്ങായിട്ടിരിക്കാനും മുഖത്തിന് നാച്ചുറലായിട്ടൊരു ഗ്ലോ കൊടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സിറാണ്. നമുക്ക് മോർണിംഗും നൈറ്റ് ടൈമും യൂസ് ചെയ്യാം. ഞാൻ ഇതേപോലെ ഒരു 3 ഡ്രോപ്സ് യൂസ് ചെയ്തിട്ട് ഫേസിലും നെക്കിലൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും. ഒരു 2 മിനിറ്റ് ഫേസിലിടൊന്ന് അബ്സോർബ് ആകാൻ വെച്ചതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം അടങ്ങിയിട്ടുള്ള ഒരു സിറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇപ്പോൾ പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള DIYs ഒരുപാടുണ്ട്. ടോണർ, ഫേസ് വാഷ്, സിറംസ്, മോയ്സ്ചറൈസേഴ്സ് ഒക്കെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. മെയിനായിട്ട് 3 കണ്ടൻറ്റ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കഞ്ഞിവെള്ളം ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുക, പിന്നെ അലോവേറ ജെല്ല്, പിന്നെ നമ്മുടെ റോസ് വാട്ടർ, പിന്നെ നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ. ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു DIY ആയിട്ട് മോയ്സ്ചറൈസർ, ടോണർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത മോയ്സ്ചറൈസർ നോക്കാം. മോയ്സ്ചറൈസർ ഇതേപോലെ തന്നെ പ്ലമ്മിൻ്റെ ഈ ഒരു റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് 2% ക്ലിയർ മോയ്സ്ചർ ജെൽ ക്രീമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഇത് അടിപൊളിയാണ്. ഇത് എന്താ പറയുക, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, നല്ല ഫേസ് എന്താ പറയുക, നല്ല ഗ്ലോ കൊടുക്കുന്നത്, അതായത് നല്ലൊരു തിളക്കം കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബ്ലെമിഷസ് ഒക്കെ നല്ല രീതിയിൽ ഫെയ്ഡ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ നമുക്ക് ഓവറായിട്ട് സെബം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്ലമ്മിൻ്റെയാണിത്. ഞാനിത് കോംബോ ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. പ്ലമ്മിൻ്റെ ഈ ഒരു റൈസ് വാട്ടർ നയാസിനമൈഡ് സിറമും അതേപോലെ ഈ ഒരു ക്രീമും, മോയ്സ്ചറൈസർ ക്രീമും കൂടി ഒരുമിച്ചാണ് വാങ്ങിച്ചത്. അടിപൊളി സംഭവമാണ്. 1 മന്തിൽ കൂടുതലായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. പ്രൈസ് ഇത്തിരി കൂടുതലാണ്. ഞാനിതെല്ലാം വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓഫർ ടൈമിൽ അതിൽ ആമസോണിൽ ഒരുപാട് ഓഫേഴ്സും സെയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇത്തിരി സമാധാനത്തിൽ ഇത്തിരി ടൈം കൊടുത്ത് ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് ആവുന്ന ഫേസിലോട്ട് അബ്സോർബ് ആകാൻ ടൈം കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചൂടായതുകൊണ്ടില്ലേ പെട്ടെന്ന് അബ്സോർബ് ആവില്ല. പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, മുഖം ഒന്ന് വേർക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് രാവിലെയാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഒരു വീഡിയോയിൽ സൂര്യൻ ഉദിച്ചിട്ട് വരുന്നുണ്ട്. ആ ഒരു ചൂട് നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്ത്, സൺസ്ക്രീൻ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വെറുതെ കുത്തിയിരിക്കുകയാണെങ്കിൽ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് ചെയ്തു, അതിനുശേഷം നല്ലൊരു മാറ്റം ഉണ്ടായൊരു സംഭവം സൺസ്ക്രീനാണ്. ഞാൻ ആദ്യം അതൊരു 3-4 വർഷം മുന്നേ ഒന്നും സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യൂലായിരുന്നു. അതിനുശേഷം സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല മാറ്റമാണ്. ശരിക്കും കരിവാളിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്കിൻ ഇത്തിരിയും കൂടി ബെറ്ററായിട്ട്, അത് നമ്മൾ ഫേസ് വാഷും മോയ്സ്ചറൈസറും യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും സ്കിന്നിലൊരു വ്യത്യാസം. അതിനേക്കാട്ട് ഡബിളായിട്ടൊരു വ്യത്യാസം സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്തത് മമ്മാ എർത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീനാണ്. പേര് പോലെ തന്നെ ഇതിൽ റൈസ് വാട്ടർ, അത് കഞ്ഞിവെള്ളം അടങ്ങിയിട്ടുണ്ട്, അതേപോലെ നയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ SPF 50യും PA4+ ആണ് കേട്ടോ വരുന്നത്. ഇതും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സൺസ്ക്രീനാണ്. അതേപോലെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലാസ് സ്കിന്ന് പോലെ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് നാച്ചുറലായിട്ട്. അടിപൊളി സൺസ്ക്രീനാണിത്. ഇത് ഞാനിപ്പോൾ 1 മാസം ആയിട്ടുള്ള യൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇത് റൈസ് വാട്ടർ അടങ്ങിയത് കൊണ്ട് സ്കിൻ നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനായിട്ട് സഹായിക്കും. അതേപോലെ നയാസിനമൈഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ ഈവൻ ടോൺ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാണ്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സൺ പ്രൊട്ടക്ഷനും കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് റൈസ് വാട്ടർ പ്രൊഡക്ട്സ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ എന്താ പറയുക, ഒരു ചലഞ്ച് പോലെ റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ട് കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണത് ഇതാണ് കേട്ടോ. അടുത്തത് ഞാൻ യൂസ് ചെയ്യണത് ലിപ് ബാമാണ്. ചുണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആകുന്നവരാണെങ്കിൽ ലിപ് ബാം മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ചെറി ടിൻറ്റഡ് ലിപ് ബാമാണ്. ഇതിൽ SPF 20+ ആൽമണ്ട് ഓയിൽ, ഷിയ ബട്ടർക്ക് അടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു അടിപൊളി ലിപ് ബാമാണ്. ടിൻറ്റഡ് ആണ് കേട്ടോ. ഒരു ടിൻറ്റ് കൊടുക്കുന്ന ഒരു ലിപ് ബാമാണ്. ഇതാണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ ഒരു സംഭവം കൂടി നിങ്ങളെ കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് അടിപൊളിയാണ്, നല്ല സാധനമാണ്. ഞാൻ അങ്ങനെ ബോഡി ലോഷനും കാര്യങ്ങളൊന്നും അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യണ ആളല്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ തന്നെ ഈ ഒരു അൾട്രാ ഹൈഡ്രേറ്റിംഗ് ബോഡി മിൽക്ക്. ഇത് നല്ല ഡീപ്പായിട്ട് നൗറിഷ് ചെയ്യും, സ്കിൻ ഹൈഡ്രേഷന് സഹായിക്കും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യുക. പാരബൻ ഫ്രീ ആണ്, മിനറൽ ഓയിലൊന്നും ഇല്ല കേട്ടോ. ഒരു എന്താ പറയുക ബോഡി ലോഷനാണ് കേട്ടോ ഇത്. ബോഡി ലോഷൻ എന്താ പറയുക, ബോഡി മിൽക്കാണിത്. ഇതിൽ സഫ്രോൺ, അതായത് കുങ്കുമപ്പൂവും മലായും ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പകുതിയായി. ഞാനൊരു 1 മന്തായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി സാധനമാണ്. നമ്മുടെ കഴുത്തിൽ പിൻവശത്തുള്ള കഴുത്തിൽ ഫ്രണ്ടിലൊക്കെ എന്താ പറയുക ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടുകളോ കരിവാളിപ്പോ അല്ലെങ്കിൽ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കൈമുട്ട് കയ്യിലൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും തോന്നുന്നത് നല്ല രീതിയിലില്ലേ പിഗ്മെൻറ്റേഷൻ, കരിവാളിപ്പ്, ഡ്രൈനെസ് മൂലം ഉണ്ടാകുന്ന ഒരു സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക കളർ ചേഞ്ച് ഒക്കെ ഇല്ല, അതൊക്കെ നല്ല രീതിയിൽ മാറും. നല്ല സ്മെല്ലുമാണ്. ഞാൻ ഇടണമെങ്കിൽ കയ്യിലും കാലൊക്കെ അപ്ലൈ ചെയ്ത് കഴുത്തിലൊക്കെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും കേട്ടോ. അടിപൊളി സാധനമാണ്. ഇത്തിരി പ്രൈസ് ഉണ്ട്, 500 സംതിങ്, ഒരു 400 സംതിങ് വരെ തോന്നുന്നു കേട്ടോ വാങ്ങിച്ചത്. എന്തായാലും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം കേട്ടോ, വാങ്ങിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. ബൈ.